ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഋഷികേശും ജോഷിമഠിലേക്കുള്ള ജേണി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുവാരി പാസ് ട്രക്കിംഗ് ആണ്. അപ്പോൾ ഋഷികേശും ജോഷിമഠിലേക്ക് അറൗണ്ട് 200 കിലോമീറ്റേഴ്സ് ഉണ്ട്. സോ മിനിമം 5 to 6 hours എടുക്കും. പിന്നെ ഹിൽ ഏരിയ ആയതുകൊണ്ട് നമുക്ക് അത്ര സ്പീഡ് പോകാൻ പറ്റില്ല, ഫുള്ള് ഹെയർ പെൻ ബെൻഡ് ആണ്. സോ പോണ വഴിയുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ആക്ച്വലി ഡേ 1 ആണ്. ഇതൊരു 6 days വരെ ട്രക്കിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ഫുള്ളി ട്രാവലിംഗ് ആയിരിക്കും ജോഷിമഠിലേക്ക്. അപ്പോൾ സെക്കൻഡ് ഡേ തൊട്ടേ നമ്മൾ ശരിക്കും നടക്കാൻ തുടങ്ങും. അതായത് നമ്മൾ ട്രക്ക് ചെയ്ത് മുകളിൽ കയറാൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് ഡേ നമ്മൾ അവിടുത്തെ ഒരു ക്യാമ്പ് സൈറ്റിൽ സ്റ്റേ ചെയ്യും. പിന്നെ തേർഡ് ഡേ വീണ്ടും നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യും. സോ സെക്കൻഡ് ഡേ ജസ്റ്റ് ഒരു 2.5 സംതിങ് കിലോമീറ്റേഴ്സ് നമ്മൾ ട്രക്ക് ചെയ്യത്തുള്ളൂ. പിന്നെ നമുക്ക് ഫുള്ളി റെസ്റ്റ് ആണ്. സോ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മൾ അധികം കയറുന്നില്ല. ബട്ട് സെക്കൻഡ് ഡേ നമ്മൾ അറൗണ്ട് 5 to 6 കിലോമീറ്റർ ട്രക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ അടുത്ത ക്യാമ്പ് സൈറ്റിൽ ടെൻ സ്റ്റേ എടുക്കും. എന്നിട്ട് തേർഡ് ഡേ ആയിരിക്കും നമ്മൾ സബ്മിറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തുക, അതായത് നമ്മൾ കുവാരി പാസിലേക്ക് എത്തുക. ആക്ച്വലി നമ്മളൊരു ഡിസംബർ ടൈമിലാണ് പോയത്. സോ സ്നോ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് പോയി നോക്കാം. ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. സോ ഇവിടുത്തെ വെള്ളം കണ്ടില്ലേ ഗൈസ്, അതിൽ പച്ചയല്ല നീലല്ലാത്ത ഒരു കളറിലൊരു വെള്ളം. ആക്ച്വലി ഇത് ഗംഗയുടെ ഒരു സൈഡാണ്. अलकनंदा भागीरथी। हाँ ये अलकनंदा उधर से आ रही है। अलकनंदा ओके भागीरथी ये भागीरथी हाँ अलकनंदा एंड भागीरथी और आगे जाके गंगा बनता है। गंगा बन जाती है. അപ്പോൾ ഗൈസ് ഇതാണ് ദേവപ്രയാഗ്. ആക്ച്വലി ഇത് രണ്ട് റിവേഴ്സ് തമ്മിൽ ഒന്നിക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് അലകനന്ദയും ഭഗീരഥിയും കൂടി ഗംഗയിലേക്ക് സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. സോ പോണ വഴിക്കൊക്കെ നല്ല അടിപൊളി വ്യൂസ് ഉണ്ടാവും. കുവാരി പാസ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നന്ദദേവി ഹിൽസിൻ്റെ ഒരു അടിപൊളി വ്യൂ കാണാൻ പറ്റും. പിന്നെ തേർഡ് ഡേ തിരിച്ച് നമ്മൾ വീണ്ടും ടെൻറ്റിൽ സ്റ്റേ എടുത്തിട്ട് ഫോർത്ത് ഡേ ആയിരിക്കും നമ്മൾ തിരിച്ചിറങ്ങുക. സോ ഇറങ്ങാൻ നമുക്ക് ഒരു ദിവസം മതി. പിന്നെ ലാസ്റ്റ് ഡേ വീണ്ടും ഇതേപോലെ ജോഷിമഠിന് ഋഷികേശിലേക്ക് ട്രാവലിംഗ് ആയിരിക്കും. സോ ഇതൊരു ഋഷികേശ് ടു ഋഷികേശ് പാക്കേജ് ആണ്. ഈ സ്ഥലം കണ്ട ഗൈസ്, ഇത് കണ്ടാൽ എന്തോ ഒരു സെപ്പറേറ്റ് ഐലാൻഡ് പോലെ തോന്നിക്കും. നമ്മൾ വേറെ ഏതോ ഒരു കൺട്രിയിൽ പോയൊരു ഫീലാണ് ഇത് കാണുമ്പോൾ. 20ക്കും താഴെയാണ് കേട്ടോ പകൽ ഇവിടുത്തെ ടെമ്പറേച്ചർ. തിരമാല ഉണ്ടോ മറ്റേ വേവ്സ് വന്ന പോലെ അവിടെ പോയി അടിപൊളി കഴിഞ്ഞേ ആ അമ്പലം കണ്ടോ തരികി പോലെ ഉണ്ടോ. ഇത് സർച്ചിങ് സോൾസ് എന്ന് പറഞ്ഞ ടീമിൻ്റെ കയ്യിൽ നമ്മൾ ഈ പാക്കേജ് എടുത്തത് കേട്ടോ. സോ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. സോ ഫുഡ് സ്റ്റേ എവറിത്തിങ് അവർ അറേഞ്ച് ചെയ്ത് തരും. ടെൻറ്റ് എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലൈക്ക് ജാക്കറ്റോ ഷൂസ് എന്തെങ്കിലും ആവശ്യമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് റെൻറ്റ് ചെയ്ത് നിൽക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ഇവിടെ റൂമിൽ സ്റ്റേ ചെയ്തിട്ട് പിന്നെ സെക്കൻഡ് ഡേ ആണ് നമ്മൾ ജോഷിമഠിലേക്കുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്തത്. സോ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്തും ജോഷിമഠിലേക്ക് അറൗണ്ട് 20 kilometers ഉള്ളൂ. സോ അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജോഷിമഠിലേക്കുള്ള റൂട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ കൂടെ നോക്കുമ്പോൾ തന്നെ അറിയാം ചുറ്റും ഹിൽസാണ്, ഫുള്ളി ഹിമാലയൻ റേഞ്ചാണ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ട് ഇടാം. സ്റ്റേ ട്യൂൺഡ്.